ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ ആഴമേറിയ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നായ തോബിത്ത് എന്ന പുസ്തകത്തിൻ്റെ പഠനം കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചതിന് ശേഷം ഇന്ന് യൂദിത്ത് എന്ന ചരിത്ര ഗ്രന്ഥം നമ്മൾ പഠനവിധേയമാക്കുകയാണ്. ഈ ക്ലാസ്സിൽ ഈ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആമുഖ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ 3 വനിതാ രത്നങ്ങളുടെ പേരിൽ പഴയ നിയമത്തിൽ പുസ്തകങ്ങളുണ്ട്. റൂത്ത്, എസ്തേർ, യൂദിത്ത് എന്നിവരാണവർ. അതിൽ യൂദിത്തിൻ്റെ പുസ്തകമാണ് നാം ഇന്ന് പഠനവിധേയമാക്കുന്നത്. ഇതിൻ്റെ ആമുഖ കുറിപ്പുകളായി ചില കാര്യങ്ങൾ പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് ഈ പുസ്തകത്തിൻ്റെ കാനോനികതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. തോബിത്തിൻ്റെ പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ വിശദമായി തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ കാനോനികതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. യൂദിത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോഴും ഞാൻ അക്കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. ആവർത്തിച്ച് അത് പറയുന്നത് ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും കൃത്യതയും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ ഒന്നും ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ, ഡെവ്ട്രോ കാനോനിക്കൽ ബുക്സ് എന്നറിയപ്പെടുന്ന ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ 7 എണ്ണമാണ്. അതിൽ ഒന്നുമായ ഒരു പുസ്തകമാണ് യൂദിത്ത്. ഈ പുസ്തകം നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് ശ്രദ്ധിക്കുക: ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ അഥവാ ഡെവ്ട്രോ കാനോനിക്കൽ ബുക്സ്. ഈ പുസ്തകം ഒരു പഴയ നിയമ ഗ്രന്ഥമാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ ക്യാനനുകൾ എന്താണ്, ഏതൊക്കെയാണ് എന്ന് ഒരു ചെറിയ അറിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ക്യാനൻ എന്ന ഗ്രീക്ക് വാക്കിന് അളവുകോൽ, നീണ്ട അളവുകോൽ എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും ഔദ്യോഗികമായി വിശുദ്ധ ഗ്രന്ഥവുമായി ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ കാനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭ ദൈവനിവേശിതമെന്നും ആധികാരികമെന്നും ഉറപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ പട്ടികയാണ്. ആ പട്ടിക അനുസരിച്ച് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും. അങ്ങനെ കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് കത്തോലിക്കരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം 73 പുസ്തകങ്ങളാണ്. ഇതിൽ 46 പുസ്തകങ്ങൾ അടങ്ങുന്ന ഭാഗത്തെ നമ്മൾ പഴയ നിയമം എന്ന് വിളിക്കുന്നു. പഴയ നിയമ ഗ്രന്ഥം 46 പുസ്തകങ്ങളുടെ ഒരു സമുച്ചയം ഉണ്ടാകുന്ന ആ കാലത്തിന് മുൻപ് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചരിത്രത്തിൽ 3 ക്യാനനുകൾ അല്ലെങ്കിൽ 3 ഔദ്യോഗിക പട്ടികകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് ഒന്നാമത്തേത് പലസ്തീനിയൻ ക്യാനൻ എന്നതാണ്. രണ്ടാമത്തേത് അലക്സാൻഡ്രിയൻ ക്യാനൻ എന്നതാണ്. മൂന്നാമത്തേത് അറിയപ്പെടുന്നത് സാമരിറ്റൻ ക്യാനൻ അല്ലെങ്കിൽ സമരിയാക്കാരുടെ ക്യാനൻ എന്നാണ്. ഞാൻ ഈ 3 ക്യാനനുകളും എന്താണ് എന്ന് വിശദീകരിക്കാം. പലസ്തീനിയൻ ക്യാനൻ എന്ന് പറയുന്നത് പലസ്തീനായുടെ ഭൂപ്രകൃതിക്ക് ഉള്ളിൽ ജീവിച്ചിരുന്ന യഹൂദർ അവർ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു പട്ടികയാണ്. ഈ പട്ടികയിലുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഹീബ്രു ഭാഷയിലായിരുന്നു എഴുതപ്പെട്ടിരുന്നത്. സത്യത്തിൽ ഹീബ്രു ഭാഷയിൽ പലസ്തീനയിലെ യഹൂദർ ഉപയോഗിച്ചിരുന്ന
ആദ്യ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മൂലരൂപത്തിൽ 24 പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 24 പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ പട്ടികയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നത്. ഈ ചെറിയ ക്യാനനെ അല്ലെങ്കിൽ ഈ ചെറിയ പട്ടികയെ അത് പലസ്തീനായുടെ ഭൂപ്രകൃതിക്കുള്ളിൽ ജീവിച്ചിരുന്ന യഹൂദർ ആധികാരികമായി സ്വീകരിച്ചിരുന്ന പട്ടികയായിരുന്നതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് പലസ്തീനിയൻ ക്യാനൻ അഥവാ പലസ്തീനക്കാരുടെ ക്യാനൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിലുണ്ടായിരുന്ന 24 പുസ്തകങ്ങളിൽ ചില പുസ്തകങ്ങൾ പിന്നീട് പുസ്തകത്തിൻ്റെ വലിപ്പമനുസരിച്ച് പുനഃക്രമീകരിക്കുകയുണ്ടായി. ഉദാഹരണത്തിന് സാമുവൽ പ്രവാചകൻ്റെ പുസ്തകം ഒരു പുസ്തകമായിട്ടായിരുന്നു പലസ്തീനിയൻ ക്യാനലിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അത് 2 പുസ്തകങ്ങളാക്കി മാറ്റി. 1 സാമുവേലും 2 സാമുവേലും. അതുപോലെ രാജാക്കന്മാരുടെ പുസ്തകം അത് ഒറ്റ പുസ്തകമായിട്ടായിരുന്നു ഹീബ്രു മൂലരൂപത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അത് 2ആയിട്ട് മാറ്റി. 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ. 12 ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം ഒറ്റ ഒരു സ്ക്രോളിലായിരുന്നു, ഒരു പുസ്തകമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് 12 ചെറിയ പുസ്തകങ്ങളായിട്ട് മാറ്റി. അങ്ങനെ വന്നപ്പോൾ ഈ 24 എന്നുള്ള എണ്ണം 39 എണ്ണമായിട്ട് മാറി. അപ്പോൾ ചുരുക്കത്തിൽ പലസ്തീനിയൻ ക്യാനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലസ്തീനക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്ന പഴയ നിയമഗ്രന്ഥങ്ങളുടെ ലിസ്റ്റാണ്, പട്ടികയാണ്. ആ പട്ടികയിൽ ആദ്യകാലത്ത് 24 ഗ്രന്ഥങ്ങളായിരുന്നു. പിന്നീട് ചില പുനഃക്രമീകരണങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി അതിൽ 39 പുസ്തകങ്ങളായിട്ട് ആ ലിസ്റ്റ് രൂപാന്തരപ്പെട്ടു. ഈ ലിസ്റ്റ് നമുക്കിവിടെ നോക്കുമ്പോൾ യഹൂദരുടെ ഈ പഴയ നിയമഗ്രന്ഥത്തെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത്. അവർ ആദ്യമായി തിരിച്ചിരുന്നത് തോറ, നെവീം, കെത്തുബീം എന്നിങ്ങനെ 3 ഗ്രന്ഥ സമുച്ചയങ്ങളായിട്ടാണ് അവർ ഈ പഴയ നിയമഗ്രന്ഥത്തെ തിരിച്ചിരുന്നത്. തോറായിൽ നമുക്കറിയാവുന്നതുപോലെ പഞ്ചഗ്രന്ഥമാണ്, അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങളാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ. നെബീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചക ഗ്രന്ഥങ്ങളാണ്. പക്ഷെ പ്രവാചക ഗ്രന്ഥത്തെ തന്നെ യഹൂദർ വീണ്ടും 2ആയിട്ട് തിരിക്കാറുണ്ട്. നെവീം റിഷോണീം, ഫോർമർ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ പൂർവ്വകാല പ്രവാചകന്മാർ എന്നും, നെവീം അഹറോണീം, ലാറ്റർ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ ലേറ്റർ പ്രോഫറ്റ്സ്, പിൽക്കാല പ്രവാചകന്മാരെന്നും 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇതിൽ ഈ നെവീം റിഷോണീം അല്ലെങ്കിൽ പൂർവ്വകാല പ്രവാചകന്മാർ എന്ന് പറയുന്നത് സത്യത്തിൽ ജോഷുവ, ന്യായാധിപന്മാർ, സാമുവേൽ, രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങളാണ്. സത്യത്തിൽ അവ ചരിത്ര പുസ്തകങ്ങളാണെന്ന് നമുക്കറിയാം, ചരിത്രമാണ് നമ്മളവിടെ കാണുന്നത്. പക്ഷേ ആ ചരിത്രം പ്രവാചകത്വം നിറഞ്ഞ ചരിത്രമാണ് എന്നാണ് യഹൂദർ മനസ്സിലാക്കുന്നത്. ആ ചരിത്രത്തിലൂടെ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകത്വപരമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ എന്ന നിലയിൽ യഹൂദർ ഈ പുസ്തകങ്ങളെ, ജോഷുവ, ന്യായാധിപന്മാർ, സാമുവേൽ, രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങളെയും പ്രവാചക ഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നീട് നമുക്ക് പരിചിതരായ യെശയ്യ, ജെറമയ, എസക്കിയേൽ, ദാനിയേലൊക്കെ തുടങ്ങിയ പ്രവാചകന്മാരും പിന്നെ ചെറിയ പ്രവാചകന്മാരൊക്കെ ഉൾപ്പെടുന്ന ആ മൊത്തം പുസ്തകങ്ങളെയാണ് നബീം എന്ന് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ പ്രവാചക ഗ്രന്ഥങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. കെത്വീം എന്ന് പറയുന്നത് ലിഖിതങ്ങളാണ്. അപ്പോൾ ഇതുവരെ പറയാതിരുന്ന സങ്കീർത്തനങ്ങൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ജോബിൻ്റെ പുസ്തകം, ഉത്തമഗീതം, വിലാപങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന മറ്റ് പ്രത്യേകിച്ചും കൂടുതലും പൊയറ്റിക്കായിട്ട് എഴുതിയിട്ടുള്ള, സംഗീതാത്മകമായി എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം കൂടി ചേർത്ത് ലിഖിതങ്ങൾ എന്നും വിളിക്കുന്നു. ഇനി ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഈ 3 ഡിവിഷൻ അല്ല ഉള്ളത്, 4 ഡിവിഷനാണ്. യഹൂദ പാരമ്പര്യത്തിൽ ഞാൻ പറഞ്ഞു 3 ഡിവിഷനാണ്, തോറ, നബീം, കെത്തുബീം. അതേസമയം ക്രിസ്തീയ പാരമ്പര്യത്തിൽ 4ആയിട്ട് ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളെ തിരിക്കാറുണ്ട്. അതിൽ ആദ്യത്തേത് പഞ്ചഗ്രന്ഥം, പെൻഡറ്റുക്ക് എന്നറിയപ്പെടുന്ന പഞ്ചഗ്രന്ഥം. പിന്നീട് വരുന്നത് ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സ് ആണ്, ചരിത്രപരമായ ഗ്രന്ഥങ്ങൾ എന്ന് പറയും. പിന്നീട് ഡിഡാക്റ്റിക്കൽ ബുക്സ് ആണ്, അല്ലെങ്കിൽ പ്രബോധനപരമായ ഗ്രന്ഥങ്ങൾ എന്ന് പറയും. ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത് പ്രോഫറ്റിക്കൽ ബുക്സ് ആണ്, അല്ലെങ്കിൽ പ്രവാചകപരമായ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് 4 ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിക്കുന്നു. പഞ്ചഗ്രന്ഥം, ചരിത്രപരമായ പുസ്തകങ്ങൾ, പ്രബോധനപരമായ പുസ്തകങ്ങൾ,
അതോടൊപ്പം തന്നെ പ്രവാചകപരമായ പുസ്തകങ്ങൾ. ഇങ്ങനെയാണ് ഈ ക്യാനനെ മനസ്സിലാക്കുന്നത്. ഉത്തരകാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് കത്തോലിക്കർ ആയ നമ്മൾ വിളിക്കുന്ന ജ്ഞാനം, 1-2 മക്കബായർ, യൂദിത്ത്, പ്രഭാഷകൻ, തോബിത്ത്, ബാറൂക്ക് എന്നീ ഗ്രന്ഥങ്ങൾ ഈ പലസ്തീനിയൻ ക്യാനൻ്റെ അഥവാ പലസ്തീനക്കാർ ഉപയോഗിച്ചിരുന്ന ബൈബിളിലെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഈ 7 പുസ്തകങ്ങൾ ഇവരുടെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് പലസ്തീനക്കാരുടെ പുസ്തകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാതിരുന്ന ഈ 7 പുസ്തകങ്ങളെ ജ്ഞാനം, 1-2 മക്കബായർ, യൂദിത്ത്, പ്രഭാഷകൻ, തോബിത്ത്, ബാറൂക്ക് ഈ ഗ്രന്ഥങ്ങളെ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്ന് കത്തോലിക്കരും ഓർത്തഡോക്സുകാരും അല്ലാത്ത മറ്റെല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും, കത്തോലിക്കർ ഇവയെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഡെവിട്രോ കാനോനിക്കൽ ബുക്സ് എന്നും വിളിക്കാറുണ്ട്. ഇനി ഈ 7 പുസ്തകങ്ങൾ കൂടി ഉൾപ്പെട്ട മറ്റൊരു പട്ടികയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതറിയപ്പെടുന്നത് അലക്സാൻഡ്രിയൻ ക്യാനൻ എന്നാണ്. എന്താണ് അലക്സാൻഡ്രിയൻ ക്യാനൻ? പലസ്തീനായ്ക്ക് പുറത്തുണ്ടായിരുന്ന യഹൂദർ, നമുക്കറിയാം പലസ്തീനയുടെ ഉള്ളിലുണ്ടായിരുന്ന യഹൂദർ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ഔദ്യോഗിക പുസ്തകങ്ങളുടെ പട്ടികയായിരുന്നു പലസ്തീനിയൻ ക്യാനൻ. പലസ്തീനായ്ക്ക് പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന യഹൂദർ അവരുടെ ഉപയോഗത്തിനായി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ, പഴയ നിയമത്തിൻ്റെ ഒരു ഗ്രീക്ക് വിവർത്തനം, ഗ്രീക്ക് ഭാഷയിലുള്ള ഒരു വിവർത്തനം ഉണ്ടാക്കി. അതിനുള്ള ചരിത്രപരമായ കാരണം ഇവരുടെ പുതിയ തലമുറ, പ്രത്യേകിച്ചും പലസ്തീനായ്ക്ക് പുറത്ത് താമസിക്കുന്നവർ, അവരുടെ വേദഭാഷയായ ഹീബ്രുവിലുള്ള പരിജ്ഞാനം തീർത്തും കുറഞ്ഞു പോവുകയും ഗ്രീക്ക് അവരുടെ സംസാര ഭാഷയും മറ്റുമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ചും അത് അലക്സാണ്ടർ എന്ന് പറയുന്ന മഹാനായ ഗ്രീക്ക് രാജാവിൻ്റെ മുന്നേറ്റത്തിന് ശേഷമാണ്. അങ്ങനെ വന്നപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് കൂടി വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും മനസ്സിലാക്കാനും സാധ്യമാവും വിധം പഴയ നിയമഗ്രന്ഥത്തെ ടോളമി എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് സൈന്യാധിപൻ്റെ രാജാവിൻ്റെ കാലത്ത് പഴയ നിയമഗ്രന്ഥത്തിൻ്റെ ഒരു ഗ്രീക്ക് പതിപ്പ്, ഒരു ഗ്രീക്ക് ഭാഷാന്തരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുകയും 70ഓളം വരുന്ന പണ്ഡിതരെ, യഹൂദ പണ്ഡിതരെ വിവിധ ഗോത്രങ്ങളുടെ പ്രതിനിധികളായി തന്നെ വിളിച്ചുകൂട്ടി അവരുടെ നേതൃത്വത്തിൽ ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ, അങ്ങനെ ചെയ്ത ആ ഭാഷാന്തരത്തെ വിളിക്കുന്ന പേരാണ് സപ്തതി അല്ലെങ്കിൽ സെപ്ത്വജിന്ത് എന്ന് വിളിക്കുന്നത്. സപ്തതി എന്ന് പറഞ്ഞാൽ 70 പേർ അല്ലെങ്കിൽ 70 ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത വിവർത്തനമാണ്. അതുകൊണ്ടാണ് സപ്തതി, അതിൻ്റെ ഗ്രീക്ക് ഭാഷയാണ് സെപ്ത്വജിന്ത് എന്ന് വിളിക്കുന്നത്. ഇനി ഈ സപ്തതിയുടെ ഒരു പ്രത്യേകത ഓർക്കണം, ഇത് യഹൂദർ തന്നെയാണ് ഈ വിവർത്തനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇക്കാലത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടില്ല. കാരണം ഇതിന് ശേഷം ഒരു 250 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് ഈശോ മിശിഹ ജനിക്കുന്നത് തന്നെ. അപ്പോൾ യഹൂദർ അവരുടെ മൂലഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ഗ്രീക്ക് ഭാഷയിലേക്ക് ഒരു വിവർത്തനം ഉണ്ടാക്കിയപ്പോൾ അതിൽ 46 ഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ടു. ആ 46 ഗ്രന്ഥങ്ങളിൽ നമ്മൾ കുറച്ച് മുമ്പ് ഉത്തരകാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകവും മക്കബായരുടെ 2 പുസ്തകങ്ങളും യൂദിത്തും പ്രഭാഷകനും തോബിത്തും ബാറൂക്കും ഉൾപ്പെട്ടു. അങ്ങനെ ഇവർ തയ്യാറാക്കിയെടുത്ത ഈ സപ്തതിയിൽ അല്ലെങ്കിൽ സെപ്ത്വജിന്തിൽ 46 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഈ 46 പുസ്തകങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണാവുന്ന ലിസ്റ്റ് പോലെയാണ്. അതിൽ പഞ്ചഗ്രന്ഥി എന്നറിയപ്പെടുന്ന പഞ്ചഗ്രന്ഥങ്ങൾ, പെൻറ്ററ്റുക്ക് 5 എണ്ണം, പിന്നീട് ഹിസ്റ്റോറിക്കൽ ബുക്സ് അഥവാ ചരിത്രപരമായ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന 12 എണ്ണം, പിന്നീട് പ്രബോധനപരമായ ഗ്രന്ഥങ്ങളാണ് ഡിഡാക്റ്റിക്കൽ ബുക്സ്, വിസ്ഡം ബുക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രബോധനപരമായ ഗ്രന്ഥങ്ങൾ 12 എണ്ണം, ഏറ്റവും ഒടുവിൽ പ്രവാചകപരമായ ഗ്രന്ഥങ്ങൾ 17 എണ്ണം. അങ്ങനെ മൊത്തം 46 ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്ന ഒരു
ക്യാനൻ അല്ലെങ്കിൽ ഔദ്യോഗികമായി പലസ്തീനയ്ക്ക് പുറത്തുണ്ടായിരുന്ന യഹൂദ സമൂഹം അംഗീകരിച്ച ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ഈ പട്ടികയ്ക്ക് പറയുന്ന പേരാണ് അലക്സാൻഡ്രിയൻ ക്യാനൻ എന്നത്. ഇനി ആദിമ ക്രൈസ്തവർ അവരുടെ ഔദ്യോഗികമായ വിശുദ്ധ ഗ്രന്ഥമായിട്ട് പഴയ നിയമമായിട്ട് കരുതിയത് ഈ സപ്തതിയായിരുന്നു. അതിനുള്ള കാരണം സപ്തതി ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടതായിരുന്നു. സപ്തതി എല്ലാവർക്കും ലഭ്യമായിരുന്ന ഒരു വിവർത്തനമായിരുന്നു എന്നതാണ്. മാത്രവുമല്ല, നമുക്കറിയാം പുതിയ നിയമത്തിൽ ധാരാളം ഇടങ്ങളിൽ പഴയ നിയമത്തിൽ നിന്നുള്ള വാചകങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഉദ്ധരണികളെല്ലാം ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ഈ സപ്തതിയിൽ നിന്നുമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായിയും ലൂക്കായും മർക്കോസും യോഹനാനുമൊക്കെ പഴയ നിയമമായി ഉപയോഗിച്ചത് അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ഉദ്ധരണികൾ മുഴുവൻ എടുത്തിരിക്കുന്നത് ഈ സെപ്ത്വജിന്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സപ്തതിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് കത്തോലിക്കരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് 46 ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്യാനൻ ഉള്ളത്. പ്രൊട്ടസ്റ്റൻ്റ് സഭാവിഭാഗങ്ങളും പെന്തക്കോസ്തൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുപക്ഷെ നമ്മളോട് പറയും, വിശുദ്ധ ഗ്രന്ഥത്തിൽ, അവരുടെ കൈവശമിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ 66 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ പഴയ നിയമത്തിൽ 39ഉം പുതിയ നിയമത്തിൽ 27 അപ്പോൾ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവർ പറയുന്നതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ ഉപയോഗിക്കുന്നത് പലസ്തീനിയൻ ക്യാനനാണ്, അല്ലെങ്കിൽ പലസ്തീനക്കാരുപയോഗിച്ചിരുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളുടെ ഔദ്യോഗിക പട്ടിക അനുസരിച്ചാണ് അവരുടെ വിശുദ്ധ ഗ്രന്ഥം അവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ കത്തോലിക്കരായ നമ്മളും ഓർത്തഡോക്സ് സഭാവിഭാഗക്കാരും 46 പുസ്തകങ്ങളുള്ള പഴയ നിയമമാണ് നമുക്കുള്ളത്. 39 എണ്ണമല്ല, 46 എണ്ണമാണ്. അതിനുള്ള കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് അലക്സാൻഡ്രിയൻ ക്യാനനാണ്, അല്ലെങ്കിൽ അലക്സാൻഡ്രിയ പലസ്തീനയ്ക്ക് പുറത്തുണ്ടായിരുന്ന യഹൂദർ അവരുടെ ഉപയോഗത്തിനായി ഉണ്ടാക്കിയ ഗ്രീക്ക് ഭാഷാന്തരം സപ്തതി എന്നറിയപ്പെടുന്ന സെപ്ത്വജിന്തിലുണ്ടായിരുന്ന 46 പുസ്തകങ്ങളെ നമ്മൾ ഔദ്യോഗിക പുസ്തകങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും ആ പട്ടിക സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം, പലസ്തീനിയൻ ക്യാനനിൽ അല്ലെങ്കിൽ പലസ്തീനക്കാരുടെ ഈ ഔദ്യോഗിക പട്ടികയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജ്ഞാനം, മക്കബായരുടെ 2 പുസ്തകങ്ങൾ, യൂദിത്ത്, പ്രഭാഷകൻ, തോബിത്ത്, ബാറൂക്ക് എന്നിവ ഉൾപ്പെടുത്താതിരുന്നതിൻ്റെ കാരണം ആ പുസ്തകങ്ങളുടെ, ഈ 7 പുസ്തകങ്ങളുടെ ഹീബ്രു ഭാഷയിലുള്ള മൂലകൃതി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ നമുക്കറിയാം 1947 പലസ്തീനയിലെ ഖുംറാൻ എന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ഗുഹകളിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യകാല ചുരുളുകൾ കണ്ടെത്തുകയുണ്ടായി. ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിൽ തന്നെ വളരെ നിർണായകമായൊരു വഴിത്തിരിവായിരുന്നു അത്. 1947 ഖുംറാൻ എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യകാലത്തെ കയ്യെഴുത്ത് പ്രതികൾ, ചുരുളുകൾ കണ്ടെത്തുകയുണ്ടായി. ഖുംറാനിൽ നിന്നും കണ്ടെത്തിയ രേഖകളിൽ ജ്ഞാനം, മക്കബായരുടെ 2 പുസ്തകങ്ങൾ, യൂദിത്ത്, പ്രഭാഷകൻ, തോബിത്ത്, ബാറൂക്ക് എന്നീ ഗ്രന്ഥങ്ങളുടെ ഹീബ്രു ഭാഷയിലെ മൂലകൃതികളും കണ്ടെത്തി. അത് 46 പുസ്തകങ്ങളടങ്ങുന്ന അലക്സാൻഡ്രിയൻ ക്യാനന് ഇക്കാലത്ത് വലിയ സാധുത നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും അലക്സാൻഡ്രിയൻ കാനൻ പ്രകാരമുള്ള 46 പുസ്തകങ്ങളടങ്ങിയ പഴയ നിയമത്തെയാണ് അംഗീകരിക്കുന്നത്. ഇനി മൂന്നാമതൊരു കാനൻ കൂടിയുണ്ട്, ഞാൻ സൂചിപ്പിച്ചിരുന്നു. പലസ്തീനിയൻ കാനൻ, അലക്സാൻഡ്രിയൻ കാനൻ, സാമരിറ്റൻ കാനൻ അല്ലെങ്കിൽ സമരിയക്കാരുടെ കാനൻ. ഇത് വളരെ എളുപ്പമാണ്. പഞ്ചഗ്രന്ഥിയിലെ 5 പുസ്തകങ്ങൾ മാത്രം അടങ്ങിയ ഒരു ഔദ്യോഗിക പുസ്തകത്തിൻ്റെ പട്ടികയാണ് സമരിയക്കാർക്ക് ഉണ്ടായിരുന്നത്. സമരിയക്കാരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ 5 പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചഗ്രന്ഥിയിലെ 5 പുസ്തകങ്ങളായിരുന്നു. ഇനി ഈ
പഞ്ചഗ്രന്ഥിയിലെ 5 പുസ്തകങ്ങളുടെ മൂല പതിപ്പ് അക്കാലഘട്ടത്തിൽ ഒരു പുരാതന ഹീബ്രു ലിപിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്ന് യഹൂദരും നമ്മൾ ക്രൈസ്തവരും അംഗീകരിക്കുന്ന ഹീബ്രു ബൈബിളിലെ പഞ്ചഗ്രന്ഥവുമായി 5 പുസ്തകങ്ങളുമായി നമ്മൾ സാമരിറ്റൻ കാനനിലെ അല്ലെങ്കിൽ സമരിയാക്കാരുടെ കാനൻ പ്രകാരമുള്ള പുസ്തകത്തിലെ ഗ്രന്ഥങ്ങളുമായി താരതമ്യ പഠനം നടത്തുമ്പോൾ ഏതാണ്ട് 6000-ഓളം വ്യത്യാസങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതായത് സാമരിറ്റൻ കാനൻ എന്നത് യഹൂദരും ക്രൈസ്തവരും ഉപയോഗിക്കുന്ന പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തതയുള്ള ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സാമരിറ്റൻ കാനനെ പിന്നീട് ഒരിജൻ സാമരിറ്റിക്കോൺ എന്ന് വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹെക്സാപ്ല എന്ന് പറയുന്ന 6 പുസ്തകങ്ങളുടെ ആ ലിസ്റ്റിൽ സാമരിറ്റിക്കോൺ എന്ന പേര് കൊടുത്താണ് സമരിയക്കാരുടെ കാനനെ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ സൂചിപ്പിച്ചത് 3 തരം കാനനുകളെക്കുറിച്ച് അല്ലെങ്കിൽ 3 തരം ഔദ്യോഗിക പട്ടികകളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങളായ പ്രൊട്ടസ്റ്റൻ്റുകാരുടെയും പെന്തക്കോസ്തൽ വിഭാഗക്കാരുടെയും പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ മാത്രമുള്ളത്? എന്തുകൊണ്ടാണ് കത്തോലിക്കരായ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ, നമ്മുടെ കൈവശം ഇരിക്കുന്ന ഗ്രന്ഥത്തിൽ 46 പുസ്തകങ്ങൾ ഉള്ളത്? ഈ 39ഉം 46ഉം തമ്മിലുള്ള 7 പുസ്തകങ്ങളുടെ വ്യത്യാസമുണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? ഈ പുസ്തകങ്ങളെ നമ്മൾ ഉത്തരകാനോനിക ഗ്രന്ഥങ്ങളെന്ന് വിളിച്ച് നമ്മൾ ബൈബിളിൻ്റെ ഭാഗമാക്കിയിരിക്കുന്ന ഈ പുസ്തകങ്ങൾ അലക്സാണ്ട്രിയൻ കാനൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നതാണ്. ഇത്രയുമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ ഉത്തരകാനോനിക ഗ്രന്ഥങ്ങളിൽ 7 പെടുന്ന ഒരു പുസ്തകമാണ് യൂതിത്തിൻ്റെ പുസ്തകം. അതുകൊണ്ടാണ് യൂതിത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖ പഠനം നടത്തുന്ന വേളയിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചത്. ഇനി യൂതിത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണ്, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ലഭ്യമായ യൂതിത്തിൻ്റെ പുസ്തകത്തിൻ്റെ ചരിത്രം എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ, ഒരുപക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുമ്രാനിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന ചില തെളിവുകൾ അനുസരിച്ച് യൂതിത്തിൻ്റെ പുസ്തകത്തിൻ്റെ മൂലരൂപം ഹീബ്രു ഭാഷയിലോ അരമായ ഭാഷയിലോ ആയിരുന്നിരിക്കാം എഴുതപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രീക്ക് മൂലരൂപമാണ്. ഗ്രീക്ക് മൂലരൂപത്തെ ആധാരമാക്കിയാണ് പിന്നീട് ലത്തീൻ ഭാഷയിലും സുറിയാനി ഭാഷയിലും മറ്റ് ആധുനിക ഭാഷകളിലുമുള്ള വിവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. വിശുദ്ധ ജെറോം രൂപപ്പെടുത്തിയ വുൾഗാത്ത എന്ന ലത്തീൻ പതിപ്പാണ് പിന്നീട് പ്രചാരം നേടുന്നത്. അതിൻ്റെ ഭാഷാന്തരമായിട്ടാണ് ആധുനിക ഭാഷകളിലേക്കെല്ലാം ഈ വിവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഇന്ന് കത്തോലിക്കരും ഓർത്തഡോക്സ് സഭകളും യൂതിത്തിൻ്റെ ഈ ഗ്രന്ഥത്തെ പഴയ നിയമത്തിലെ കാനോനിക രചനയായി അംഗീകരിക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്നു. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഹൂദരും പ്രൊട്ടസ്റ്റൻ്റ് സഭകളും മറ്റ് പെന്തക്കോസ്തൽ വിഭാഗങ്ങളുമൊന്നും ഈ ഗ്രന്ഥത്തെ ബൈബിളിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കുന്നില്ല. അവർ ഈ പുസ്തകങ്ങളെ വിളിക്കുന്നത് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്ന പേരിലാണ്. യൂതിത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? ഇതാണ് അടുത്തതായി നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം. ഈ പുസ്തകം എഴുതിയത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് യാതൊരു സൂചനകളുമില്ല. ഗ്രന്ഥകർത്താവിൻ്റെ പേര് പുസ്തകത്തിനുള്ളിൽ പറയുന്നില്ല. യൂതിത്ത് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് എങ്കിലും യൂതിത്താണ് ഇത് എഴുതിയതെന്ന് ചിന്തിക്കാൻ നിർവാഹമില്ല. കാരണം ഈ പുസ്തകത്തിലെ ഒരു നായികാ കഥാപാത്രം എന്ന നിലയിലാണ് യൂതിത്തിൻ്റെ പേരിൽ ഈ പുസ്തകം അറിയപ്പെടുന്നത്. ഗ്രന്ഥകർത്താവിൻ്റെ നാമം അജ്ഞാതമാണെങ്കിലും രചയിതാവിന് പലസ്തീനായെക്കുറിച്ചും അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പണ്ഡിതരുടെ അഭിപ്രായത്തിൽ പലസ്തീനക്കാരനായ ഒരു യഹൂദനായിരിക്കാം ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് എന്ന് നിഗമനം ഉണ്ട്. എപ്പോഴാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്? ഇതിൻ്റെ രചനാകാലം എപ്പോഴായിരുന്നു? യൂതിത്തിൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇത് എഴുതപ്പെട്ട ഒരു സമയവുമുണ്ട്.
ഈ പുസ്തകം അവതരിപ്പിക്കുന്ന ചരിത്ര പശ്ചാത്തലവും ഇത് എഴുതപ്പെട്ട സമയവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പുസ്തകത്തിൽ കാണുന്ന ചില ഉദ്ധരണികൾ സപ്തതി അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെപ്തുജിന്ത് ബൈബിളിൽ നിന്നുള്ളതാണ്. അതിനർത്ഥം സെപ്തുജിന്ത് വിവർത്തനം ഗ്രീക്ക് ഭാഷയിൽ ഉണ്ടായതിന് ശേഷമാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ യവന ആചാരങ്ങളെക്കുറിച്ച്, ഗ്രീക്കുകാരുടെ കസ്റ്റംസ്, യവനരുടെ ആചാരങ്ങളെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ ചില പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് യവനന്മാരുടെ കാലത്തിന് ശേഷമാണ്, അതായത് BC 333 ശേഷമാണ് ഈ പുസ്തകം എഴുതപ്പെട്ടതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടതായിട്ട് വരും. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പണ്ഡിതരുടെ അഭിപ്രായത്തിൽ ഈ പുസ്തകം BC 150 126 ഇടയിലായിരിക്കാം എഴുതപ്പെട്ടത്. അതായത് മക്കബായരുടെ കാലഘട്ടത്തിലായിരിക്കാം ഈ പുസ്തകം എഴുതപ്പെട്ടത് എന്ന് പറയുന്നു. ഇനി ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഏതാനും ചില ആമുഖമായി പറയേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം.